ഒന്നാം പിണറായി സർക്കാരിലായാലും രണ്ടാം പിണറായി സർക്കാരിലായാലും പോലീസിനോട് അസഹ്യമായ അമർഷമുണ്ട് ഇടതുപക്ഷ പ്രവർത്തകർക്ക് പോലും. അനാകർഷകം എന്നല്ല, അരോചകമാണ് ഈ പോലീസ് എന്നടക്കം പറയാത്തവർ കുറവാണ്. അത്രയ്ക്കുണ്ട് ഈ പോലീസിന്റെ ചെയ്തികൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലമ്പൂരിൽ നിന്നുള്ള MLA ആണ് PV അൻവർ. ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത നിയമസഭാ സാമാജികൻ. പുതിയ കാലത്തിറക്കിയാൽ റിയലിസ്റ്റിക് അല്ല എന്ന് പറഞ്ഞ് ജനം തള്ളുമെന്ന് കരുതി സിനിമയായി പോലും ഇറക്കാൻ മടിക്കുന്ന തരത്തിലുള്ള അധോലോക കഥയാണ്. ആ കഥ പറഞ്ഞതും അതേ MLA ആണ്. തൊടുത്തത് ADGP അജിത് കുമാറിനെതിരെയാണെങ്കിലും ആ ശരങ്ങൾ കൊണ്ടത് ആഭ്യന്തര വകുപ്പിനല്ലേ, സർക്കാരിനല്ലേ? സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിക്കു കൂടിയല്ലേ? ആ അമ്പ് ആർക്കു നേരെ? ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി PM നിയാസ്, BJPയിൽ നിന്ന് അഡ്വക്കേറ്റ് S ജയസൂര്യൻ, റിട്ടയർഡ് SP സുഭാഷ് ബാബു, താമിർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രിയും ചർച്ചയിൽ. ആദ്യം ഞാൻ സുഭാഷ് ബാബുവിലേക്ക് പോവുകയാണ്. ശ്രീ സുഭാഷ് ബാബു, സംസ്ഥാനത്തെ ഇപ്പോഴുള്ളത് അഡ്വക്കേറ്റ് S ജയസൂര്യനാണ്, BJP പ്രതിനിധി. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇന്നിപ്പോൾ PV അൻവർ MLA നടത്തിയ വാർത്താ സമ്മേളനം താങ്കളും കണ്ടിരിക്കും. അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളിൽ ഒന്ന് BJPയുമായി ബന്ധപ്പെട്ടാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചു എന്ന ആരോപണമടക്കം ADGPക്കെതിരെയുണ്ട്. ആദ്യം BJPയുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ എന്താണ് നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത്? ഈ ആരോപണത്തെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്തുതന്നെയാണെങ്കിലും ഇപ്പോൾ വീണ്ടും PV അൻവർ ആ വിഷയം ഉന്നയിക്കുമ്പോൾ സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം ഈ സംസ്ഥാനത്ത് നടക്കുന്നു എന്നാണ് ഭരണകക്ഷിയുടെ CPMൻ്റെ തന്നെ MLA പറഞ്ഞിരിക്കുന്നത്. അതും ADGP അതിന് നേതൃത്വം കൊടുത്തു എന്ന് അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ ഈ സംസ്ഥാനം എങ്ങനെയാണ്, ആരാണ് ഭരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുകയാണ്. അദ്ദേഹം കുറെ കൂടി വ്യക്തമാക്കി പറയുന്നുണ്ട്, ADGP MR അജിത് കുമാറിൻ്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആയിരിക്കും എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ആളുകളെ കൊല്ലിച്ചിട്ടുള്ളയാളാണ്, സ്വർണ്ണക്കള്ളക്കടത്ത് പൊട്ടിച്ച് അതിൻ്റെ 60% വീതം മേടിക്കുന്നയാളാണ്. ആളുകളെ കൊല്ലിച്ചതിൻ്റെ തെളിവുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലൊക്കെ ഉണ്ട്, അദ്ദേഹം അത് പുറപ്പെടുവിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഓർക്കണം, ഒരു MLA നിരന്തരമായി ഈ കാര്യം ആവർത്തിച്ചുകൊണ്ട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൃത്യമായ എവിഡൻസ് ഇല്ലാതെ അത് പറയാൻ സാധിക്കുമോ? അങ്ങ് സ്മൃതി പറഞ്ഞതുപോലെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു MLA എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വ ബോധമില്ലാതെ ഇങ്ങനെ പറയുമോ? അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, എനിക്ക് തെളിവുണ്ട്, ഞാനിത് പുറത്തുവിടും, വാദിയെയും പ്രതിയെയും കൊണ്ടുവരും എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള തെളിവുകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഓഡിയോ തന്നെയാണ്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ MLAയുടെ കാല് പിടിക്കുന്നതും എന്ത് വൃത്തികേടിനും ഞാൻ ഉണ്ടായിരിക്കും, എന്നെ സംരക്ഷിക്കണം എന്ന് യാചിക്കുന്നതുമെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ എവിഡൻസ് ആയിട്ട് ഉള്ളപ്പോൾ അദ്ദേഹം തന്നെയാണ് പറയുന്നത് മന്ത്രിമാരടക്കമുള്ളവരുടെ ഫോൺ ചോർത്തുന്നു എന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൈവശമുള്ള ഒരാൾ ഈ പറയുന്ന തൃശ്ശൂർ പൂരം കലക്കി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം ഇവിടെ സംഭവിച്ചു എന്നുള്ളത് ഭരണകക്ഷി സമ്മതിക്കുകയല്ലേ? അപ്പോൾ നമ്മൾ അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ആവശ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും അത് വേണം. ലക്ഷ്യം എന്ത് തന്നെയാണ്? തൃശ്ശൂർ പൂരം കലക്കിയതിന് ലക്ഷ്യം സുരേഷ് ഗോപി വിജയിപ്പിക്കലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതടക്കം അന്വേഷിക്കട്ടെ എന്നാണോ? ആ തുറന്ന മനസ്സോടുകൂടിയാണോ BJP പ്രതികരിക്കുന്നത്? അല്ല, സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടിയാണെന്നുള്ള രാഷ്ട്രീയമായിട്ടുള്ള കാര്യമല്ലല്ലോ. ഒരു തൃശ്ശൂർ പൂരം കലക്കിയാൽ സുരേഷ് ഗോപി വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, അതതിൻ്റെ രാഷ്ട്രീയ വ്യാഖ്യാനം മാത്രമാണ്. നേരെ മറിച്ച് ഒരു മതവിഭാഗത്തിൻ്റെ ലോകമറിയുന്ന ഒരു വലിയ ഉത്സവം തകർക്കുക എന്ന് പറയുമ്പോൾ അതിന് സ്റ്റേറ്റിലെ ADGP നേതൃത്വം കൊടുത്തു എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസമാണ്. അത് സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെടുത്തി അല്ല കാണേണ്ടത്. ആ വ്യാഖ്യാനമല്ല ശരി. അത് CPM കാലാകാലങ്ങളായിട്ട് തുടർന്നു വരുന്ന രാഷ്ട്രീയ നയത്തിൻ്റെ ഒരു അജണ്ട ഇവിടെ പുറത്തു വന്നു എന്ന് മാത്രമാണ്. അത് സ്വന്തം MLAയിൽ കൂടി പുറത്തു വരുന്നു. അദ്ദേഹം നിസാരക്കാരനല്ല, അദ്ദേഹത്തിൻ്റെ തെളിവുണ്ടെന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്, പറഞ്ഞ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ടെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് കേവലം ഒരു സുരേഷ് ഗോപിയുടെ വിജയവുമായിട്ട് അതിനെ പൊളിറ്റിക്കലായിട്ടല്ല കാണേണ്ടത്. സംസ്ഥാനത്തിനെതിരായിട്ടുള്ള ഭീകര പ്രവർത്തനത്തിന് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്നു.
അതിൻ്റെ പിന്നിലുള്ള കാര്യം അത് വ്യക്തമാക്കുക ഈ അന്വേഷണത്തിന്റെ യഥാർത്ഥ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴായിരിക്കും എന്നാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ തീർത്തും നിരപരാധിയാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പല ഘട്ടങ്ങളിലായി പറയുന്നുണ്ട്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധം പറയുന്നുണ്ട്. മാത്രമല്ല 29 വകുപ്പുകളാണ് മുഖ്യമന്ത്രി നോക്കേണ്ടത്. എങ്ങനെ ഇതൊക്കെ അറിയാൻ പറ്റും എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. 4 ചായക്കട ഒരുമിച്ച് നടത്താൻ പറ്റില്ല ഒരാൾക്ക്. അപ്പോഴെങ്ങനെയാണ് 29 വകുപ്പുകൾ ഒരാൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുക എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളായിട്ടാണ് PV അൻവർ എന്തായാലും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അല്ല, ഇന്ന് PV അൻവർ വാർത്താ സമ്മേളനത്തിൽ പറയുമ്പോൾ അതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇദ്ദേഹം ഭരണകക്ഷി MLA ആണ്, CPMന്റെ MLA ആണ്. അദ്ദേഹം എന്തുകൊണ്ട് മുഖ്യമന്ത്രി കാണുന്നില്ല? അദ്ദേഹം എന്തുകൊണ്ട് ഈ വിഷയം പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്നില്ല? പാർട്ടിയുടെ വലിയ വലിയ സമ്മേളനങ്ങൾ ആരംഭിക്കേണ്ട നിർണായക ദിവസമാണല്ലോ ഇന്ന്. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടി അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, പാർട്ടിയോട് അദ്ദേഹത്തിന് കൂറുണ്ട് എങ്കിൽ, മുഖ്യമന്ത്രിയെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ആ രീതിയിൽ അദ്ദേഹം പാർട്ടിയെ സംരക്ഷിച്ച് മുഖ്യമന്ത്രിയെ സംരക്ഷിച്ച് നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് പറയാമല്ലോ ഇങ്ങനെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് അത് കൈകാര്യം ചെയ്തേ പറ്റൂ. അത് പറയുന്നതിന് പകരം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകുന്നില്ല, അദ്ദേഹം മുഖ്യമന്ത്രിയെ ഫോൺ വിളിക്കുന്നില്ല, അദ്ദേഹം പത്രക്കാരെ വിളിക്കുകയാണ്. അപ്പോൾ പ്രസ് കോൺഫറൻസ് നടത്തുകയാണ്. അദ്ദേഹം പോലീസിന്റെ മുമ്പിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തുകയാണ്. അദ്ദേഹത്തിന് വ്യക്തമായ ലക്ഷ്യമുണ്ട്. കാരണം ഇത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോയാൽ മുഖ്യമന്ത്രി പരിഹരിക്കാൻ പോകുന്നില്ല, ഇത് പോലീസിന്റെ അടുത്തേക്ക് പോയാൽ പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പൊതുജനങ്ങളോടും മാധ്യമങ്ങളോടും തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു പോരാട്ടത്തിന് തന്നെ അദ്ദേഹം അവസാന നിമിഷം തയ്യാറെടുത്തതായി കൂടെ. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് എല്ലാ കാലത്തും ഒന്നുകിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ തിരിഞ്ഞുകൊണ്ട് അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, അതും സർക്കാരിനെ പ്രതിരോധിച്ചുകൊണ്ടാണ്, പിണറായി വിജയനെ പ്രതിരോധിച്ചുകൊണ്ടാണ്, പിണറായിക്ക് വേണ്ടി പിണറായിയുടെ ശബ്ദമായി നിന്നുകൊണ്ടാണ് PV അൻവർ പലപ്പോഴും പല കാര്യങ്ങളിലും പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ പിണറായിക്കെതിരെ തിരിഞ്ഞുകൊണ്ട് PV അൻവർ വാർത്താ സമ്മേളനം നടത്തുന്നുവെങ്കിൽ അതിന് കാരണം എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? അത് ADGP MR അജിത് കുമാറിനെതിരെ മാത്രമാണോ? അല്ല, അദ്ദേഹം പിണറായിയെ സംരക്ഷിച്ചുകൊണ്ടും ഭരണകൂടത്തെ സംരക്ഷിച്ചുകൊണ്ടും മന്ത്രിസഭയെ സംരക്ഷിച്ചുകൊണ്ടും ഇതിനു മുമ്പ് രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആത്മാർത്ഥതയുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ആ പരിധിക്കകത്ത് നിന്നുകൊണ്ട് മാന്യമായി ഒരു പാർട്ടി MLA എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. സംസ്ഥാനം കൂടുതൽ അപകടങ്ങളിലേക്ക് പോകുന്നു. മുഖ്യമന്ത്രി സംശയത്തിൻ്റെ നിഴലിലായിരിക്കുന്നു. മുഖ്യമന്ത്രിയിലുള്ള വിശ്വാസം PV അൻവറിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ അതിന് താഴെയുള്ള സംവിധാനങ്ങളെ സംബന്ധിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് സ്വന്തം മുഖ്യമന്ത്രിയിൽ, സ്വന്തം പാർട്ടിയിൽ, സ്വന്തം പോലീസ് സേനയിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ഭരണകക്ഷി MLA അന്തിമമായി ചെയ്യാവുന്ന കാര്യത്തിലേക്ക് അദ്ദേഹം കടന്നിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അദ്ദേഹത്തിന് പല വിവരങ്ങളും കിട്ടിയത് അദ്ദേഹം പലരുടെയും ഫോൺ ചോർത്തിയിട്ടാണ്. അപ്പോൾ ആ ഫോൺ ചോർത്തുന്നതിന് ഒരുപാട് പണം ചെലവാക്കേണ്ടി വന്നു, പലരെയും ഇങ്ങോട്ടേക്ക് വശത്താക്കേണ്ടി വന്നു. അതായത് പോലീസിൽ തന്നെ ഒരു വിഭാഗത്തിന് എതിർപ്പുള്ള ഒരു വിഭാഗത്തെ തൻ്റെ ഭാഗത്തേക്ക് എടുത്തുകൊണ്ടാണ് ഈ രൂപത്തിൽ ഫോൺ ചോർത്താൻ അദ്ദേഹം നടത്തിയത്. അതിന് അദ്ദേഹം ജനങ്ങളോട് മാപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫോൺ ചോർത്തൽ എന്ന് പറയുന്നത് മന്ത്രിമാരുടെ, മാധ്യമപ്രവർത്തകരുടെ അടക്കം ഫോൺ കോളുകൾ ഇപ്പോൾ സൈബർ പോലീസിൽ ഒരു വിഭാഗം ചോർത്തിക്കൊണ്ടിരിക്കുകയാണെന്ന ഗുരുതരമായ ആരോപണം നേരത്തെ മോദി സർക്കാരിനെതിരെ ഉയർന്ന ആരോപണമാണ്. പ്രതിപക്ഷത്തെ നേതാക്കളുടെ ഫോൺ കോളുകൾ, മാധ്യമപ്രവർത്തകരുടെ ഫോൺ കോളുകളൊക്കെ ഈ തരത്തിൽ ചോർത്തുന്നു എന്നുള്ളത് മോദി സർക്കാരിനെതിരെ ഉയർന്ന ആരോപണമാണ്. അതേ ആരോപണം ഇപ്പോൾ പിണറായി സർക്കാരിനെതിരെ ഭരണകക്ഷി MLA ഉയർത്തുമ്പോൾ അതിനെ എങ്ങനെയാണ് BJP കാണുന്നത്? സ്മൃതി, ഇവിടെ ഒരു ഗൗരവമുള്ള വിഷയമാണിത്. കാരണം ഒരു ഫോൺ ചോർത്തുക എന്ന് പറയുന്നതിന് ഒരു നടപടിക്രമമുണ്ട്. ഏതെങ്കിലും ഒരു കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള വ്യക്തി, ആ വ്യക്തി തൻ്റെ മുകളിലത്തെ മേലുദ്യോഗസ്ഥന് റിപ്പോർട്ട് ചെയ്യണം, ഈ കേസ് അന്വേഷണത്തിന് ഇന്ന ആൾക്കാരുടെ ഫോൺ ചോർത്തിയേ പറ്റൂ, അതിന് അനുവാദം വേണമെന്ന് മുകളിലേക്ക് അദ്ദേഹം ആവശ്യപ്പെടുന്നു, രേഖാമൂലം ആവശ്യപ്പെടുന്നു. അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത് ഹോം സെക്രട്ടറിക്ക് വിവരം കൈമാറുക എന്നുള്ളതാണ്. ഹോം സെക്രട്ടറിക്ക് വിവരം കിട്ടി, ഹോം സെക്രട്ടറി അതേക്കുറിച്ച് അന്വേഷണം നടത്തി കഴിഞ്ഞ് ഇത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടത് തന്നെയാണ്, ഫോൺ ചോർത്തേണ്ടത് തന്നെയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അനുമതി വാങ്ങിച്ചുകൊണ്ട് എത്ര കാലത്തേക്ക് ആരുടെ
മുഖ്യമന്ത്രിയുടെ ഫോൺ എപ്രകാരം ചോർത്തണം എന്നുള്ളതിന് കൃത്യമായ സമയപരിധി കാലപരിധി നിശ്ചയിച്ചിട്ട് താഴേക്ക് ഉത്തരവ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കൃത്യമായ നടപടിക്രമങ്ങളിൽ കൂടി മാത്രമേ ഏതൊരു സാധാരണ വ്യക്തിയുടെ പോലും ഫോൺ ചോർത്താൻ സാധിക്കുകയുള്ളൂ. അതാണ് ഫോൺ ചോർത്തലിന്റെ നടപടിക്രമം. എന്നാൽ ഇവിടെ ഈ നടപടിക്രമം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, അന്വേഷണ ഉദ്യോഗസ്ഥൻ, മേലുദ്യോഗസ്ഥൻ, ഹോം സെക്രട്ടറി, മന്ത്രിസഭ, ഈ 4 ഘട്ടങ്ങളിലൂടെ ഇത് കടന്നു പോയിട്ടുണ്ടോ? അങ്ങനെ കടന്നു പോയിട്ടില്ല എങ്കിൽ ഈ കാര്യങ്ങൾ നടത്തിയത് ആരാണ്? അത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടോ? ഇനി അത് അറിയാതെയാണോ? അപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഈ പോലീസ് സേനയ്ക്കകത്തൊരു അധോലോക സംഘം ഉണ്ട്, അല്ലെങ്കിൽ ഈ അധോലോക സംഘത്തെ മുഖ്യമന്ത്രി നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഇവിടുത്തെ പോലീസ് സംവിധാനം, അങ്ങനെ ഒരു അധോലോക സംഘമുണ്ട് എങ്കിൽ സാധാരണഗതിയിൽ സർക്കാരിനെ സംബന്ധിച്ച്, മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അത് ഞെട്ടിക്കുന്ന വിവരമാണെങ്കിൽ സ്വാഭാവികമായും പിന്നീട് സംഭവിക്കുക എന്താണ് ശ്രീ ജയസൂര്യൻ? ഇതിപ്പോൾ വാർത്താ സമ്മേളനം കഴിഞ്ഞ ഇത്ര മണിക്കൂറുകളായിരിക്കുന്നു. സാധാരണ ഗതിയിൽ എന്താണ് സംഭവിക്കുക? ആ ADGPയെ സസ്പെൻഡ് ചെയ്തൊരു നടപടി വരണം, അല്ലെങ്കിൽ PV അൻവറിനോട് വിശദീകരണം ചോദിച്ചൊരു നടപടി വേണം, P ശശിയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടൊരു നടപടി വേണം, പാർട്ടി സെക്രട്ടറിയുടെ ഒരു പ്രതികരണം വേണം. ഒന്നുമില്ല. ADGPയുടെ കാര്യത്തിൽ DGPയോട് വിശദീകരണം തേടാൻ ആവശ്യപ്പെട്ടു എന്നൊരു വാർത്ത വൈകുന്നേരം 6 മണിക്ക് ശേഷം വന്നിട്ടുണ്ട്. അല്ല, ഈ വിഷയത്തിൽ നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ സ്വപ്നയുടെ വെളിപ്പെടുത്തലൊക്കെ വന്നപ്പോൾ ഇടതുപക്ഷം എങ്ങനെയാണ് പ്രതികരിച്ചത്? ഇന്നത്തെ മുഖ്യമന്ത്രി എങ്ങനെയാണ് പ്രതികരിച്ചത്? ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയാണ് 29 വകുപ്പ് കൈയാളുന്നു, ആഭ്യന്തര വകുപ്പ് 2ാം തവണയും കൈയാളുന്നു, മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന പോലീസ് വകുപ്പിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് എങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് 2 കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്ന്, ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാവണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ, പ്രതികരണം ഉണ്ടാകണം. ജനങ്ങളോട് പറയണമല്ലോ, മാധ്യമങ്ങളോട് പറയണമല്ലോ. ഈ വിഷയത്തിൽ മന്ത്രിസഭ അഥവാ മുഖ്യമന്ത്രി, പോലീസ് മന്ത്രി, ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഞാൻ എന്ത് നിലപാടുകളാണ് എടുക്കുന്നത്, എന്തൊക്കെ നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത്? ജനങ്ങൾ പരിഭ്രാന്തരാവേണ്ടതില്ല. പോലീസ് സംവിധാനം സംശുദ്ധമാണ്, അല്ലെങ്കിൽ ഇന്ന നടപടികൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇന്ന നടപടികൾ ചെയ്യും എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. അതിന്റെ ഭാഗമായി, അന്വേഷണത്തിന്റെ ഭാഗമായി P ശശിയെ അടിയന്തരമായി മാറ്റി നിർത്തണം. ഈ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനെ നിയമപരമായിട്ടുള്ള നടപടിയെടുക്കണം. അതോടൊപ്പം തന്നെ എന്താണ് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി, പോലീസ് മന്ത്രി എന്നുള്ള നിലയിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം കൊടുക്കാനും ബാധ്യസ്ഥനാണ്. ഇതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ലല്ലോ. പരിപൂർണ്ണ നിശബ്ദതയാണല്ലോ. ഇതിനുശേഷമുണ്ട് എന്നുള്ളത് അതിന്റെ ഗൗരവം കൂട്ടുന്നുണ്ട്, സംശയം കൂടുതൽ ഉയർത്തുന്നുണ്ട്. ഞാൻ ജയസൂര്യൻ, താങ്കളിലേക്ക് വീണ്ടും വരാം. ഇപ്പോൾ KK രമ MLA കൂടി. KK രമ, ഇപ്പോൾ PV അൻവർ നടത്തിയ വാർത്താ സമ്മേളനം, നടത്തിയ ആരോപണങ്ങൾ, വെളിപ്പെടുത്തൽ എന്ന് പറയാൻ നമുക്കായിട്ടില്ല. കാരണം അതിൽ പൂർണ്ണമായും തെളിവ്, അത് സത്യമാണോ എന്ന് ബോധ്യമാകാൻ ഇനിയും സമയമെടുക്കും. അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ, ഒരു ശബ്ദരേഖ, ഏതായാലും ഒരു SP-യുമായി ബന്ധപ്പെട്ട ശബ്ദരേഖ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ഈ വാർത്താ സമ്മേളനത്തെയും വാർത്താ സമ്മേളനം കഴിഞ്ഞ ശേഷമുള്ള സർക്കാരിന്റെ നിശബ്ദതയും കുറിച്ച് KK രമയ്ക്ക് തോന്നുന്നത്? സ്മൃതി, ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഈ ആരോപണം ഉന്നയിക്കുന്നത് പ്രതിപക്ഷത്തിലുള്ള ഏതെങ്കിലും ഒരാളല്ല. ഭരണപക്ഷത്തുള്ള ഏറ്റവും ശക്തനായ, ഏറ്റവും പ്രബലനായ ഒരു MLA ആണ് സ്വന്തം പാർട്ടിയിലെ ആഭ്യന്തര വകുപ്പിനെതിരെ, ആഭ്യന്തര മന്ത്രിക്കെതിരെ, അതിനകത്തെ ഉള്ള ഉപജാപ സംഘങ്ങൾക്കെതിരെ പരസ്യമായിട്ട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ കാലമായി കേരളത്തിലെ പൊതുസമൂഹത്തോട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. കേരളത്തിലെ പ്രതിപക്ഷം ഉൾപ്പെടെ, നമ്മൾ ഉൾപ്പെടെ പല ഘട്ടങ്ങളിലായി ഈ തരത്തിൽ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത്, പാർട്ടിയെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ഭരണത്തെ നിയന്ത്രിക്കുന്നത് ചില സംഘങ്ങളാണ്, ചില ഉപദേശകന്മാരാണ്. ആ ഉപദേശകന്മാരുടെ ഉപദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ തരത്തിലേക്ക് മാറുന്നത് എന്നുള്ളത് പറഞ്ഞതാണ്. അതിപ്പോൾ ഭരണപക്ഷ MLA-യുടെ ഭാഗത്തു നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് ചില്ലറ കാര്യമല്ല, വളരെ ഗൗരവത്തിലുള്ള ഒരു വിഷയമാണ്. അതിൽ കൊലപാതകം ഉൾപ്പെടെ ഈ ADGPക്കെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മണിക്കൂറുകൾ കഴിഞ്ഞു. അദ്ദേഹം ഇന്നലെ മുതൽക്ക് PV അൻവർ തുടങ്ങിയതാണ്. സ്വന്തം പാർട്ടിയിലെ MLA, അതാണ്, പുറത്തു നിന്നുള്ള ആളല്ല, ഒരു ഭരണകക്ഷി MLA ആണ് ഈ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ, ക്രിമിനൽ കുറ്റം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിലൊരു അധോലോക സംഘമുണ്ടെന്നും ഈ അധോലോകമാണ്, ഈ അധോലോകത്തിന്റെ
സംഘത്തിന്റെ പിടിയിലാണ് ആഭ്യന്തര വകുപ്പ് എന്നതാണല്ലോ നമുക്ക് വ്യക്തമാകുന്നത്. ഇത് സ്വന്തം പാർട്ടിയിലെ സ്വന്തം ഭരണത്തിലെ ആളുകൾ പറയുമ്പോൾ ഇനി എന്ത് സംശയിക്കാനാണ്? എല്ലാവരും കൊലപാതകം നടത്തി സ്വർണ്ണക്കടത്ത് നടത്തുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പല കാര്യങ്ങളും താൻ പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അടുത്ത് പറഞ്ഞിട്ടും ഫലമുണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഇന്നിപ്പോൾ PV അൻവർ പറഞ്ഞു വച്ചിരിക്കുന്നത്. പി ശശി ഒന്നും ചെയ്യുന്നില്ല, അഥവാ പി ശശി MR അജിത് കുമാർ പറയുന്നതനുസരിച്ച് നീങ്ങുന്നു എന്നാണ് PV അൻവറിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം പി ശശിക്കെതിരെ ഇപ്പോൾ PV അൻവർ ഇത്രയും ശക്തമായ ഒരു ആരോപണം? പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്, സ്റ്റേറ്റ് കമ്മിറ്റി അംഗമാണ്. ഈ നിമിഷം വരെയായിട്ടും MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയാകട്ടെ ADGPയുടെ വിഷയത്തിൽ DGPയോട് റിപ്പോർട്ട് തേടാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതിൽ കവിഞ്ഞ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. എന്താണ് ഈ നിശബ്ദതയിൽ നിന്ന് KK രമയ്ക്ക് തോന്നുന്നത്? അല്ല, ഈ നിശബ്ദതയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവാം ഇതിനകത്ത് വസ്തുതയുണ്ട് എന്നുള്ളത് തന്നെയാണല്ലോ. വസ്തുതയില്ലെങ്കിൽ ആ സമയത്ത് തന്നെ ആരോപണം നിഷേധിക്കുകയും അതിന് രംഗത്ത് വരികയും ചെയ്യല്ലോ പാർട്ടിയുടെ സെക്രട്ടറിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഒക്കെ. അപ്പൊ ഭരണപക്ഷത്തു നിന്നുള്ള ആളുകളോ അല്ലെങ്കിൽ CPMന്റെ നേതൃത്വത്തിലുള്ള ആളുകളോ ആരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നത് തന്നെ ഇതിനകത്ത് കഴമ്പുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. അതാണ് അവരുടെ ഈ നിശബ്ദത തെളിവാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണ്ണക്കടത്ത് ഒളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരാളുടെ കൊലപാതകം നടത്തിയെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. ആ കൊലപാതകത്തിന് ADGPക്ക് അറിയാം, അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? ഇത് എത്ര ഗൗരവമുള്ള ഒരു കാര്യമാണ്. അതായത് ഞാൻ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ വെളിപ്പെടുത്തലല്ലല്ലോ ഇത് ഭരണപക്ഷ MLAയുടെ വെളിപ്പെടുത്തലാണ്. അദ്ദേഹത്തിന് ശബ്ദരേഖ ഉൾപ്പെടെ ഉണ്ടാകുകയാണ്. അപ്പൊ ഈ തരത്തിൽ ഇത്രയും ഗൗരവമായിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയ പ്രശ്നമല്ല. അതിനകത്ത് പ്രതികരിക്കേണ്ട ആളുകൾ പ്രതികരിച്ചില്ല എന്ന് പറയുന്നത് നടക്കുന്നുണ്ട്. അതാണ് ഈ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് ഈ ഉപജാപക സംഘമാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് ഇവരാണ് എന്നാണല്ലോ. ഇതിന്റെയൊക്കെ പിടിയിലാണ്, ഈ അധോലോക സംഘത്തിന്റെ പിടിയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നാണല്ലോ അൻവർ പറഞ്ഞു വെക്കുന്നത്. അതാണ് അതിലപ്പുറം ഉള്ള ഒരു വിഷയം. ഇനി എന്താണ് പറയാനുള്ളത്? എന്താണ് അൻവർ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇതിനകത്ത് നടക്കുന്നത്? ഇതാണല്ലോ വളരെ കാലമായി കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വിഷയമാണിത്. മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരം നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ് ഭരണപക്ഷത്തു നിന്ന് വരുന്നത്. ഇന്ന് ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ എടുത്തു നോക്കൂ, പല CPMന്റെ പ്രധാനപ്പെട്ട ആളുകളും പറയാണ് ഞങ്ങളിത് നേരത്തെ പറയണമെന്ന് വിചാരിച്ചതാണ്, തന്റെ ഇടത്തോടെ പറയാൻ തുനിഞ്ഞ MLAക്ക് അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പല CPMന്റെ ആളുടെ ഭാഗത്തുനിന്ന് പോസ്റ്റ് വരികയാണ്. അപ്പൊ ഈ പാർട്ടികത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇങ്ങനെ മറ നീക്കി പുറത്തു വരുന്നത്. MR അജിത് കുമാറിനും പി ശശിക്കും തമ്മിലുള്ള ബന്ധം എന്ന നിലയ്ക്കാണ് PV അൻവർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിൽ മുഖ്യമന്ത്രിയെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിക്കൊണ്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. 29 വകുപ്പുകൾ നോക്കേണ്ടി വരുന്ന മുഖ്യമന്ത്രിക്ക് പല കാര്യങ്ങളും അറിയാതെ പോകുമെന്നും 4 ചായക്കട നടത്താൻ പോലും ഒരാൾക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ MR അജിത് കുമാറിനും മുഖ്യമന്ത്രിയും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതിന് നേരത്തെയും തെളിവുകൾ നമ്മുടെ മുന്നിലില്ലേ? മുഖ്യമന്ത്രി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ വിദേശയാത്ര, കുടുംബസമേതം നടത്തിയ വിദേശയാത്ര വലിയ ചർച്ചയായിരുന്നല്ലോ. ആ വിദേശയാത്രയിൽ MR അജിത് കുമാറും അദ്ദേഹത്തിന്റെ ഭാര്യയും സിംഗപ്പൂരിലേക്ക് മുഖ്യമന്ത്രിക്കൊപ്പം എന്തിനു പോയി എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. ആ ചോദ്യം ഉയർന്നത് മാധ്യമങ്ങളിൽ നിന്നല്ല, ചീഫ് സെക്രട്ടറിയിൽ നിന്നാണ്. കാരണം ചീഫ് സെക്രട്ടറിയെ രേഖാമൂലം അറിയിക്കാതെയാണ് അദ്ദേഹം അങ്ങനെ ഒരു യാത്ര നടത്തിയത്. അതിന് MR അജിത് കുമാർ നൽകിയ മറുപടി, ഇത് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശദീകരണം നൽകിയിട്ടാണ് പോരെന്നാണ്. അതിൽ ചീഫ് സെക്രട്ടറിയുടെ ശാസനാരൂപത്തിലുള്ള മറുപടിയും വിശദീകരണം തേടലും പിന്നെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ജൂലൈ 10-നായിരുന്നു. ഈ വിവരങ്ങളടക്കം നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഈ MR അജിത് കുമാർ മുഖ്യമന്ത്രി പി ശശി ബന്ധത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു? അല്ല, അത് തന്നെയാണ് ഈ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണല്ലോ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിന്റെ ഉപദേശവും നിർദ്ദേശങ്ങളും ഒക്കെയാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും ആ ഓഫീസും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഓഫീസിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഇങ്ങനെയുള്ള ആളാണ് എന്ന് ഭരണപക്ഷ MLA പറയുമ്പോൾ മുഖ്യമന്ത്രിയിൽ തന്നെയാണത്. അൻവർ മുഖ്യമന്ത്രിയെ പ്രത്യക്ഷമായിട്ട് പറയുന്നില്ലെങ്കിലും അൻവർ ചൂണ്ടയിടുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് എന്നതാണ് നമുക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അൻവർ പറഞ്ഞിട്ടില്ലെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രി അറിയാതെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ലോ. അദ്ദേഹം ഒഴിയണ്ടേ?
ഇനി ഒരു നിമിഷം ആ സ്ഥാനത്തിരിക്കാൻ ഇതുപോലെയുള്ള ഉപജാപക സംഘങ്ങളുടെ തണലിൽ, അവരുടെ നിയന്ത്രണത്തിൽ, അവരാണ് ഇതിനെ വളർത്തുന്നത്, ഈ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത്, അവരാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറയുന്ന ആ മുഖ്യമന്ത്രി എന്തിനാണ് ഇനി കസേരയിൽ ഇരിക്കുന്നത്? ഭരണപക്ഷ MLA-യുടെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തരമന്ത്രിയുടെ കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ല എന്നതല്ലേ മനസ്സിലാക്കുന്നത്? അത് വളരെ കൃത്യമാണല്ലോ. അല്ലെങ്കിൽ ഇത്രയും ഗൗരവമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് മിണ്ടാതിരിക്കുകയും, അല്ലെങ്കിൽ ഇത്രയും ഗൗരവമായ ഒരു ആരോപണം ആ MLA ഉന്നയിക്കില്ലല്ലോ. ഭരണപക്ഷത്തുള്ള ഒരാൾ ഉന്നയിക്കുമ്പോൾ അതിന് വളരെ കൃത്യമായ തെളിവ് അദ്ദേഹത്തിന്റെ കൈവശമുണ്ടാകും, കൃത്യമായ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടാകും. ഇത് ചെറിയൊരു ആരോപണമല്ല, വസ്തുതകൾ വെച്ച് സംസാരിക്കുന്നതായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നടക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ഇത്രത്തോളം അധപ്പതിച്ച ഒരു ഓഫീസ് ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിലെ വകുപ്പിൽ ഭരണത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുപോലെ അധപ്പതിച്ചൊരു കാലം, എന്തൊക്കെ ആരോപണങ്ങൾ, സ്വർണ്ണക്കടത്ത് ആരോപണം ഉൾപ്പെടെയുള്ള എന്തെല്ലാം ആരോപണങ്ങൾ, അതിന്റെ പിറകിൽ ഇപ്പൊ കൊലപാതകം കൂടി വരികയാണ്. എത്ര ഗൗരവമാണ്, എവിടേക്കാണ് ഇതിന്റെ പോക്ക് എന്നതാണ് ആലോചിച്ച് നോക്കൂ. നമ്മളെയൊക്കെ വല്ലാതെ ഇത് എന്താണ് എന്നതിനെ സംബന്ധിച്ച്, ഈ ഭരണം എന്നതിനെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ നിരന്തരമായി നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാണ് എന്നത് തന്നെയാണല്ലോ ഇത് ഈ തെളിവുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ നോക്കൂ, എനിക്ക് തോന്നുന്നു CPM-ന്റെ നേതാക്കന്മാരാരും ഈ ചർച്ചയിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തേ അവരൊന്നും വന്ന് പ്രതിരോധിക്കാൻ വരാത്തത്? എന്തുകൊണ്ട് സംസാരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല? അപ്പൊ അങ്ങനെയാണ് ആ പാർട്ടി പ്രതിക്കൂട്ടിലെത്തിയത്. ആ പാർട്ടിയിലെ നേതാക്കന്മാർക്ക് അറിയാം ഇനി ന്യായീകരിക്കാൻ സാധിക്കില്ല, ന്യായീകരിക്കുന്നതിലേക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി ADGP-ക്കെതിരെ അടിയന്തരമായി അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട ആ സ്ഥാനത്തുനിന്ന്. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ADGP-യെ മാറ്റി നിർത്തണം. ഇത് അന്വേഷണം കേരളത്തിലും പുറത്ത് മറ്റൊരു ഏജൻസി ഏൽപ്പിക്കണം. എന്താണ് ഈ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നത്, ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്താണ് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച്. പിന്നെ എങ്ങനെയാണ് സാധാരണക്കാരന്റെ ഒരു കേസിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ കഴിയുക? ഇപ്പൊ കോഴിക്കോടുള്ള ഒരാളെ കാണാതായതുമായി ബന്ധപ്പെട്ട് നേരത്തെ നിങ്ങളെ ചാനൽ റിപ്പോർട്ട് കൊടുത്തതുണ്ടല്ലോ, അവരിപ്പോ വീണ്ടും വന്ന് പറയുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. വ്യവസായിയുടെ കുടുംബം. അതെ, അതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണല്ലോ. ഈ ആഭ്യന്തര വകുപ്പ് ഇങ്ങനെയായി, ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയാൽ സാധാരണ മനുഷ്യർ ആരോടാണ് നീതിക്ക് വേണ്ടി ചോദിക്കേണ്ടത്? ആരാണ് വാങ്ങിച്ചു കൊടുക്കേണ്ടത്? എവിടെയാണ് ഇത്തരത്തിലുള്ള സംഘങ്ങൾ, ആരുടെ താല്പര്യമാണ് ഇവർ സംരക്ഷിക്കുന്നത് അറിയണമല്ലോ. എന്തിനാണ് ഇത്തരം താല്പര്യം സംരക്ഷിക്കുന്ന ആളുകളൊക്കെ ഉദ്യോഗസ്ഥരുടെ തലപ്പത്തിരിക്കുന്നത്? ഇവിടെ സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയുമോ? സാധാരണക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുമോ? എവിടെ പോയി പറയണം എന്നൊരു അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? ഇത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. ഇത് അടിയന്തരമായിട്ട് മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിച്ച് വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം. ഇത് ചെറിയ കാര്യമല്ല, ചെറുതായിട്ട് ഇതിനെ കാണാൻ സാധിക്കില്ല. ഭരണപക്ഷത്തുള്ള ആളിന്റെ ഏറ്റവും കൃത്യമായ ചില നിരീക്ഷണങ്ങളായിട്ട് താൻ ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാം എന്നുകൂടി പറഞ്ഞിട്ടാണ് വാർത്താ സമ്മേളനം PV അൻവർ നിർത്തിയത് എന്നിടത്താണ് അതിന്റെ ഗൗരവം നിൽക്കുന്നത്. താനൂരിൽ കസ്റ്റഡിയിൽ കൊല ചെയ്യപ്പെട്ട താമർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രിയും നമ്മോടൊപ്പമുണ്ട്. അതോടൊപ്പം കോൺഗ്രസിൽ നിന്നും റിജിൽ മാക്കുറ്റി കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ഹാരിസ് ജിഫ്രിയിലേക്ക്. ഹാരിസ്, ഇന്ന് വാർത്താ സമ്മേളനത്തിൽ PV അൻവർ പറഞ്ഞത് SP സുജിത് ദാസ് ഈ കസ്റ്റഡി കൊലയിൽ ഒന്നാം പ്രതിയാണ് എന്നുള്ളതാണ്. ആ കസ്റ്റഡി കൊലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടക്കമാണ് ഈ ടെലിഫോണിൽ പുറത്തുവിട്ട ശബ്ദരേഖയിൽ അദ്ദേഹം പറയുന്നതായിട്ട് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതിൽ കൊലപാതകമല്ല, അത് ആക്സിഡൻ്റലി സംഭവിച്ചതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. പക്ഷെ അത് വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നാണ് പിന്നീട് PV അൻവർ പറഞ്ഞത്. ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ PV അൻവറിന് അറിയാം, അത് പിന്നീട് വെളിപ്പെടുത്തും എന്നൊരു പ്രതീക്ഷയുണ്ടോ ഹാരിസ്? ഈ വാർത്താ സമ്മേളനം കണ്ട അതിനുശേഷം മിക്കവാറും ഇതിലപ്പുറത്തേക്ക് ഈ SP ഇതിലും കൂടുതൽ സംസാരിച്ച വിഷയം മിക്കവാറും MLA-ൻ്റെ അടുത്ത് ഉണ്ടാവാനാണ് സാധ്യത. കാരണം ഈ കേസൊരു CBI അന്വേഷണത്തിലായതുകൊണ്ട് മൊത്തമായും വിടാത്തതാവാന്നാണ്. കൂടുതൽ വിവരങ്ങൾ മൂപ്പരുടെ കയ്യിലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ കേസിൽ ഒന്നാം പ്രതിയാണ് SP സുജിത് ദാസ് എന്നാണ് PV അൻവർ പറഞ്ഞത്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇനിയിപ്പോൾ വന്നിരിക്കുന്ന ഈ വെളിപ്പെടുത്തൽ, ഈ ശബ്ദരേഖ, ഇതൊക്കെ തന്നെ CBI പരിശോധിക്കണമെന്നൊരു ആവശ്യം നിങ്ങൾക്കുണ്ടോ?
തീർച്ചയായിട്ടും അത് സി ബി ഐനെ കൊണ്ട് അത് പരിശോധിപ്പിക്കണം. അത് എത്രത്തോളം ഏതൊക്കെ രീതിയിലാണ് അത് ആ ശബ്ദരേഖൻ്റെ ഫുൾ ഡീറ്റെയിൽ അത് അൻവറിൻ്റെ എം എൽ എ കാര്യം വ്യക്തമാക്കണം. ഇനിയുള്ള ബാക്കിയുള്ള എന്തെങ്കിലും വെളിപ്പെടുത്തലുണ്ടോ, നമ്മളെ കേസിനാസ്പദമായിട്ട് എന്തെങ്കിലും വെളിപ്പെടുത്തലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എം എൽ എനെ കൊണ്ട് വ്യക്തമാക്കണം എന്നാണ് സി ബി ഐനോടുള്ള റിക്വസ്റ്റ് ഉള്ളത്. സി ബി ഐ അത് അന്വേഷിക്കണം. അതുപോലെ ഈ എം എൽ എ പറഞ്ഞു 1-ാം പ്രതി ആണ് സുജിത് ദാസ് എന്ന് പറഞ്ഞെങ്കിൽ എം എൽ എക്ക് വ്യക്തമായിട്ടുള്ളൊരു സംസാരത്തിന് ധാരണ വന്നിട്ടുണ്ടാവും. അത് എന്താണെന്നുള്ളത് എം എൽ എ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന സി ബി ഐ ടീമിനോട് അത് വെളിപ്പെടുത്തേണ്ടതാണ്. കാരണം അത് എല്ലാ കാര്യത്തിലും നമുക്കതൊരു ഉപകാരപ്പെടും. ഈ മയക്കുമരുന്ന് കേസുകൾ കൈകാര്യം ചെയ്യേണ്ട മയക്കുമരുന്ന് കേസുകൾ പിടികൂടേണ്ട ഡാൻസാഫ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവരെങ്ങനെയാണ് കള്ളക്കടത്ത് സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണല്ലോ ഇന്ന് പി വി അൻവർ പറഞ്ഞത്. SP സുജിത് ദാസ് മുൻപ് കസ്റ്റംസിലായിരുന്നുവെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് കള്ളക്കടത്ത് സംഘങ്ങളിൽ നിന്നും പണം പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുമ്പോൾ അതിൻ്റെ പകുതി 60% കൈപ്പറ്റിക്കൊണ്ടാണ് പല കേസുകളും ഒത്തുതീർപ്പാക്കുന്നത്. അങ്ങനെ വലിയ രൂപത്തിൽ പ്രവർത്തിച്ചു വരുന്നു SP സുജിത് ദാസ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അൻവർ വളരെ ഗൗരവത്തിലുള്ള ആരോപണമാണ്, അതടക്കമാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിന് ഈ കൊലപാതകവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ട് എന്ന രൂപത്തിൽ കാണുന്നുണ്ടോ ഹാരിസ്? ഇപ്പോൾ സ്വർണ്ണക്കടത്തുമായിട്ടുള്ള ബന്ധം എനിക്കറിയില്ല. പക്ഷേ ഈ SP-ൻ്റെ കീഴിൽ ഒരു പവർ ഗ്രൂപ്പ് ഈ പോലീസിലുണ്ട്. അത് SP ആണോ അതിൻ്റെ മേലിട്ടുള്ളതാണെന്ന് അറിയില്ല. ഇപ്പോൾ പവർ ഗ്രൂപ്പിൻ്റെ ഒരു കാലമാണല്ലോ. ഈ SP നിയന്ത്രിക്കുന്ന രീതിയിലാണ് പല കേസുകളും പല രീതിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പല എന്താ പറയുക, സ്വർണ്ണക്കടത്തായാലും അതുപോലെ ലഹരി കേസുകളായാലും മിക്കവാറും ഈ സ്ക്വാഡ് തന്നെയാവും ചിലപ്പോൾ അവരെ സംരക്ഷിക്കുന്നതും ഈ കേസിൽ പലരെ ഉൾപ്പെടുത്തി അവരെ ജീവിതം നശിപ്പിക്കുന്നതും. ഈ എന്താ പറയുക, ഒരു തുറന്നു വിട്ട ഒരു സ്ക്വാഡാണല്ലോ ഡാൻസാഫ്. നിയമപരമായിട്ടില്ലെങ്കിലും അവർക്ക് എല്ലാം ചെയ്യാം, എന്നാൽ അവരെ പേരൊന്നുമില്ല. ആ ഒരു ധൈര്യം കൊടുത്തത് SP ആണ്. SP ആണ് അതിന് ഉത്തരവാദി. അതുകൊണ്ടാണ് അന്വേഷണം SP അറിയാതെ. അതെ, അത് CBIൻ്റെ നമ്മൾ റിപ്പോർട്ട് കിട്ടിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അത് ഏതൊക്കെ രീതിയിലാണ്. അത് ഇതുവരെ ഇല്ല. ഇതുവരെ ക്രൈംബ്രാഞ്ച് കൊടുത്ത പ്രതികൾ മാത്രമാണ് CBIൻ്റെ FIR ഉള്ളത്. ഇനി CBI എന്തൊക്കെ കണ്ടെത്തി എന്നുള്ളത് നമുക്ക് CBIൻ്റെ ചാർജ് ഷീറ്റ് കിട്ടണം. അത് ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ അത് സർക്കാരിൻ്റെ എന്താ പറയുക NOCക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്നാണെന്ന് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷെ അത് അറിയില്ല. കുറേ ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി അവിടെ ഉണ്ട്, ചെറിയൊരു പ്രതിസന്ധി അവിടെ കാണുന്നുണ്ട്. ശരി, റിജിൽ മാക്കുറ്റി, ഇന്നിപ്പോൾ പി വി അൻവർ നടത്തിയിരിക്കുന്ന വലിയ വെളിപ്പെടുത്തലുകൾ, വലിയ ആരോപണങ്ങൾ, അതിനെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? അതിന്മേൽ ഏത് വിധത്തിലുള്ള അന്വേഷണമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്? ശ്രീമതി കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ ഒരു ഭരണകക്ഷി MLA, ആ MLA വളരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുന്നപ്പുറത്തേക്ക് CPM-ൻ്റെയും അതോടൊപ്പം പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനായി നിന്ന ഒരു MLA ആണ് ഈ PV അൻവർ എന്ന് പറയുന്ന MLA. അദ്ദേഹം ആർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനും ആ ആഭ്യന്തര വകുപ്പ് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്കും അതിനെ പോലീസ് നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും അവിടെയുള്ള ADGPക്കും എതിരെയാണ്. എന്താണ് പറയുന്നത്? ഈ രാജ്യത്തെ കൊള്ളക്കാരെയും കള്ളന്മാരെയും അതോടെ കൊലപാതകളെയും മയക്കുമരുന്ന് മാഫിയയും സ്വർണ്ണക്കള്ളക്കടത്തുകാരെയും എല്ലാം സംരക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളാണ് എന്ന് ഒരു പ്രതിപക്ഷത്തിൻ്റെ അല്ലാത്ത ഭരണപക്ഷത്തിൻ്റെ MLA, അതും CPM-ൻ്റെയും മുഖ്യമന്ത്രി വിശ്വസ്തനായ ഒരാൾ പറയുമ്പോൾ എവിടേക്കാണ് ഈ കേരളം പോകുന്നത്? ഈ കേരളം ആരാ ഭരിക്കുന്നത്? കഴിഞ്ഞ പിണറായി സർക്കാരിനകത്ത് വന്നിട്ടുള്ള ആരോപണം നമുക്കറിയാം. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണം, അതിനകത്ത് ബന്ധപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് പങ്കാളിത്തം വഹിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നു. അന്വേഷണം ശരിയായ ദിശയിലെത്താത്തത് കൊണ്ട് മുഖ്യമന്ത്രി അദ്ദേഹം ഇന്ന് നല്ല വെള്ളയായി ചമഞ്ഞ് നടക്കുകയാണ്. അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള ഉപജാപക സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. വേലി തന്നെ വിളവ് തിന്നല്ലേ ഇവിടെ ഈ നാട്ടിലെ ജനങ്ങളെ നിയമസംരക്ഷണവും അവരുടെ
മറ്റ് കാര്യങ്ങൾ സംരക്ഷിക്കേണ്ട ഒരു ആഭ്യന്തര വകുപ്പ്, അത് ചുമതലയുള്ള ക്രമസമാധാനത്തിന് ചുമതലയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ആ പോലീസ് ഉദ്യോഗസ്ഥൻ കൊലപാതക കേസ് നടത്തിയെന്നൊക്കെ ഒരു MLA, ഭരണകക്ഷി MLA പറയുമ്പോൾ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? എന്തിനാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിക്ക് ആ പദവിയിൽ ഇരിക്കാൻ എന്തെങ്കിലും ഒരു മിനിറ്റ് അവകാശമുണ്ടോ? രാജിവെച്ച് പുറത്തു പോകണം, അയാൾക്കെതിരായി കൃത്യമായ നടപടിയെടുക്കണം. കാരണം അയാളുടെ ഓഫീസിലാണ് ഈ കാര്യം നടക്കുന്നത്. P. ശശി എന്ന് പറയുന്ന നൊട്ടോറിയസ് ക്രിമിനൽ ആയിട്ടുള്ള എല്ലാ തരത്തിലും പിന്നെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് പാർട്ടിക്കകത്തു നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾ, അയാളെ ആ പ്രധാനപ്പെട്ട തസ്തികയിലേക്ക് കൊണ്ടുവന്ന് അയാൾ നയിക്കുന്ന ഒരു സംവിധാനം ഈ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ ആകെ തന്നെ ഇത്തരത്തിൽ ക്രിമിനൽ വൽക്കരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് എന്താണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ഗൗരവമായ ചോദ്യമാണ്. അതുകൊണ്ട് ഇത് പ്രതിപക്ഷം പറഞ്ഞ ആരോപണമല്ല, അത് വളരെ കൃത്യമായ രൂപത്തിൽ അന്വേഷണം നടക്കണം. ഇത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷിച്ചാൽ ഇത് നടക്കില്ല. അതുകൊണ്ട് സത്യസന്ധമായ, നീതിപൂർവകമായ, നിഷ്പക്ഷമായ അന്വേഷണം നടക്കണം. കൊലപാതകം നടത്തി എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളല്ലേ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് കൊലപാതകം നടത്തി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു, ഭരണകക്ഷി MLA ഉന്നയിക്കുന്ന പരാതികൾ പരിശോധിക്കുന്നില്ല, BJPക്കും കോൺഗ്രസിനും വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊരു ആരോപണം കൂടി PV അൻവർ ഉയർത്തുന്നുണ്ട്. അതിനുകൂടി താങ്കൾ മറുപടി നൽകണം. ഇതിപ്പോൾ P. ശശിയുമായി ബന്ധപ്പെട്ടും ADGP ക്രമസമാധാന ചുമതലയുള്ള ADGPയുമായി ബന്ധപ്പെട്ടും ഗുരുതരമായ ആരോപണങ്ങൾ ഭരണകക്ഷി MLA വാർത്താസമ്മേളനം നടത്തി പറഞ്ഞിട്ട് മണിക്കൂർ ഇത്രയായി. ഇതുവരെ പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം, പാർട്ടിയുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം വന്നിട്ടില്ല. ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നിട്ടില്ല. ADGPക്ക് എതിരായ ആരോപണത്തിൽ DGPയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു എന്നൊരു വിവരം മാത്രമാണ് ഇതിനകം പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ നിശബ്ദത, അതിനെ അർത്ഥം എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? ശ്രീമതി സ്മൃതി, അതാണ് ഈ നിശബ്ദത എന്ന് പറയുമ്പോൾ, ഈ നിശബ്ദത കൊണ്ട് ഇത് പിന്നെ അങ്ങ് ഒഴുകിപ്പോകും, ഇല്ലാതായി പോകുന്നെന്ന് CPM-ഉം പിണറായി വിജയനും ഗോവിന്ദ മാഷും കരുതുന്നുണ്ടോ? ഇത് വളരെ ഗൗരവതരമായ ആരോപണമല്ലേ? ഈ ആരോപണത്തിന്റെ പ്രതിസ്ഥാനം നിൽക്കുന്നത് മുഖ്യമന്ത്രിയാണ്. മാത്രമല്ല, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങളല്ലേ PV അൻവർ പറയുന്നത്. തൃശ്ശൂർ പൂരം, ആ തൃശ്ശൂർ പൂരം കലക്കാൻ നേതൃത്വം കൊടുത്തത് ഈ ADGP ആണെന്ന് പറയുമ്പോൾ BJPയെ സഹായിക്കുന്നതിന് വേണ്ടി അത് ADGP അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇവർ തമ്മിലുള്ള ഡീലുണ്ടല്ലോ. ഇന്ന് ബഹുമാനിയായ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉന്നയിച്ചതുപോലെ തന്നെ ഈ പ്രകാശ് ജാവേദ്കറും EP ജയരാജനും ഒക്കെയായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളും അതിനകത്ത് 5-6 തവണ ഞാൻ കണ്ടു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ തൃശ്ശൂരിൽ ഇത്തരത്തിൽ ഒരു തൃശ്ശൂർ പൂരം പോലെ കേരളമാകെ അംഗീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാനത്തെ, ഒരു ആചാരത്തെ അതിനകത്ത് ഈ മുഖ്യമന്ത്രിമാരും അതോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം നോക്കി നിൽക്കുമ്പോൾ അത് കലക്കണമെങ്കിൽ സ്വാഭാവികം ആർക്ക് വേണ്ടിയാണ്? അത് കലക്കിയതിന്റെ ഗുണഭോക്താവ് ആരാണ്? അത് BJP തമ്മിൽ ഡീൽ എന്നുള്ള ആരോപണം വലിയ ശക്തമായ ഒരു ആരോപണമായി തന്നെ ഉയരുകയാണ്. ശ്രീ ജയസൂര്യൻ, മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വയനാടുമായി ബന്ധപ്പെട്ട സഹായം തേടാനുള്ള കൂടിക്കാഴ്ച എന്നാണ് അറിഞ്ഞത്. പക്ഷേ ആ കൂടിക്കാഴ്ച 1-to-1 കൂടിക്കാഴ്ചയായിരുന്നു. ഒറ്റ ഉദ്യോഗസ്ഥരും കൂടെയില്ലാത്ത ഒരു കൂടിക്കാഴ്ച പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ നടന്നുവെന്നും അതിന്റെ വിവരങ്ങളൊന്നും പിന്നീട് പുറത്തു വന്നില്ല എന്നുള്ള വാർത്തകളുമുണ്ട്. പിന്നീട് കുറെ കഴിഞ്ഞ് X-ലൂടെ പ്രധാനമന്ത്രി പുറത്തുവിട്ട ആ ചിത്രം മാത്രമായിരുന്നു വാർത്തയായി വന്നത്. വയനാടുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതിൽ ലഭിച്ച ഉറപ്പുകളടക്കമുള്ള വാർത്തകൾ വേണമല്ലോ, അതുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് ആ കൂടിക്കാഴ്ച എന്ന ചോദ്യം അവിടെ ഉയരുകയാണ്. എന്താണ് BJPയും ഇവിടെ പിണറായി സർക്കാരും തമ്മിലുള്ള ബന്ധം? അതിൽ ADGPക്ക് എന്താണ് പങ്കാളിത്തം എന്നൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ BJPക്ക് എന്തെങ്കിലും മറുപടിയുണ്ടോ? മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടതിൻ്റെ കാര്യം കൃത്യമായി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ വയനാട്ടിൽ വന്ന് പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയതിന് ശേഷം കൃത്യമായി സംസ്ഥാന ഗവൺമെൻറ്റിന് നിർദ്ദേശം കൊടുത്തിരുന്നു. വയനാടിൻ്റെ പുനരധിവാസവുമായി ബന്ധപ്പെടുത്തി എന്തൊക്കെയാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്താനുള്ളത് എന്നുള്ളതിൻ്റെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു. ആ റിപ്പോർട്ടായിരിക്കാം സംസ്ഥാന മുഖ്യമന്ത്രി കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയെ നേരിട്ട് സന്ദർശിച്ച് കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു സംസ്ഥാന മന്ത്രി കേന്ദ്രത്തിൽ പോയി ആരെയെങ്കിലും കണ്ടാൽ, അത് മന്ത്രിയാണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും, പുറത്തിറങ്ങി വന്ന് വിശദമായ വാർത്താ സമ്മേളനമൊക്കെ നടത്തി ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇന്ന തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വളരെ വിശദമായ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത്തവണ മുഖ്യമന്ത്രി അത് പറഞ്ഞില്ല എന്നുള്ളത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി വിശദീകരിക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ അത് ചോദിക്കുകയും വേണം. ഇപ്പോൾ സ്മൃതി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടിട്ട് എന്താണ് പ്രധാനമന്ത്രിയിൽ നിന്ന് കിട്ടിയത് എന്ന് ചോദിക്കണം. അല്ല അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ വിഷയം പ്രധാനമന്ത്രിയുടെ മുമ്പിൽ കൂടിക്കാഴ്ചയായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ശ്രീ ജയസൂര്യൻ, താങ്കളുടെ അറിവ് എന്താണ്?
അങ്ങനെയാണോ സർക്കാരിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സഹായവും സർക്കാരിന് കിട്ടേണ്ട സഹായവുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണോ സാധാരണ ചർച്ചകൾ? അല്ല, സാധാരണയാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ ഒരു ചർച്ച എങ്ങനെ നടക്കാനാ? ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയനും പ്രധാനമന്ത്രിയും തമ്മിൽ സംസാരിക്കണമെങ്കിൽ, അല്ല പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തന്നെ സംസാരിക്കണമെങ്കിൽ ഒന്നുകിൽ പ്രധാനമന്ത്രി അറിയുന്ന ഹിന്ദിയോ ഇംഗ്ലീഷോ ഒക്കെ ഈ പിണറായി വിജയൻ അറിയണ്ടേ? അല്ലാതെ മലയാളത്തിൽ പോയി പറഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് മനസ്സിലാവുമോ? പ്രധാനമന്ത്രിക്ക് മലയാളം അറിയാവോ? അപ്പോൾ തീർച്ചയായിട്ടും അവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ മധ്യസ്ഥരുണ്ടാകും, അല്ലെങ്കിൽ ദ്വിഭാഷികൾ ഉണ്ടാവും. താങ്കളും കൂടി ഒന്ന് അന്വേഷിക്കൂ. അവർക്ക് പരസ്പരം മനസ്സിലാകുന്ന ഒരു ഭാഷ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ, ആ പരസ്പരം മനസ്സിലാവുന്ന ഭാഷയുണ്ടെങ്കിൽ അത് മൗനത്തിന്റെ ഭാഷയായിരിക്കാം. അങ്ങനെ നമുക്ക് കാണാം. ആർക്കും പോയി പ്രധാനമന്ത്രിയെ കാണാൻ, ചിരിക്കാം, കൈ കൊടുക്കാം, തൊഴാം, സന്തോഷമായിട്ട് തിരിച്ചു പോരാം. അങ്ങനെ യാതൊന്നും ചോദിക്കാതെ, കേന്ദ്രത്തോട് യാതൊന്നും ചോദിക്കാതെ, കൃത്യമായ ഒരു അജണ്ടയും ഇല്ലാതെ വെറുതെ കണ്ട് നമസ്കാരവും പറഞ്ഞ് എന്തെങ്കിലും സമ്മാനവും കൊടുത്ത് പോകുന്നതാണോ ഇല്ലയോ എന്നുള്ളത് മുഖ്യമന്ത്രിയാണ് വ്യക്തമാക്കേണ്ടത്. പ്രധാനമന്ത്രി ആർക്കും പോയി കാണാം, അപ്പോയിന്റ്മെന്റ് കിട്ടും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ആകുമ്പോൾ തീർച്ചയായിട്ടും കിട്ടും. അവിടെ എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ചോദിച്ചിട്ടുണ്ടോ, കിട്ടിയിട്ടുണ്ടോ, അത് വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. ശരി ശരി. ശ്രീ സുഭാഷ് ബാബു കൂടി നമ്മോടൊപ്പം ചേരുകയാണ്, മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ. റിജിൽ ഇതിലെന്തെങ്കിലും പറയാനുണ്ടോ? റിജിൽ പറഞ്ഞ ശേഷം ഞാൻ സുഭാഷ് ബാബുലേക്ക് പോകാം. പറഞ്ഞോളൂ. എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ ദൗത്യം ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ഞാൻ ഒരാളെ ജയിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ കേന്ദ്രമന്ത്രിയാക്കിയിട്ടുണ്ട്. അതിനുള്ള നന്ദി പോയി പറഞ്ഞതായിരിക്കും. വേറെന്താണ്? ഇപ്പൊ വാർത്ത വെളിപ്പെടുത്തൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതല്ലേ വിശ്വസിക്കുക, അതല്ലേ പ്രധാനമന്ത്രിയോട് പറയേണ്ടത്. അതുകൊണ്ട് എന്നെ രക്ഷിക്കണം, എന്നെ കേജ്രിവാളിനെ പോലെ നിങ്ങൾ പിടിച്ചകത്താക്കരുത് തമ്പുരാനെ എന്ന് യാചിക്കാൻ പോയതായിരിക്കും. വേറെന്താ പോകേണ്ടത്? വേറെ കേരളത്തിലെ മുഖ്യമന്ത്രി അവിടെ പോയി പറയേണ്ടത് അതായിരിക്കും. കാരണം മുഖ്യമന്ത്രിക്കുള്ള പ്രൊട്ടക്ഷൻ നിങ്ങൾ പറഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് ഒരാളെ ജയിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്, അതിനെല്ലാ സംവിധാനവും ഒരുക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞതായിരിക്കും. വേറെന്താ? ഇത് ഞങ്ങളല്ലല്ലോ പറയുന്നത്, PV അൻവർ അല്ലേ പറയുന്നത്. പ്രതിപക്ഷം പറഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ആരോപണം ഉന്നയിക്കില്ലല്ലോ. ശരി, പ്രതിപക്ഷം അല്ലല്ലോ പറഞ്ഞത്. ഭരണകക്ഷി MLA പറയുമ്പോൾ സ്വാഭാവികം ഇത് ഞങ്ങൾ ഭാഷ അതൊക്കെ ഭാഷയും കൈകാര്യം ചെയ്യാനൊക്കെ അതൊക്കെ ആളുണ്ടാവും. താങ്കൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അതിനൊക്കെ അവിടെ ആളുണ്ടാവും. ശരി, അത് താങ്കൾ അറിയാത്തതുകൊണ്ടാണ്. ശരി. ശ്രീ സുഭാഷ് ബാബു, താങ്കൾ റിട്ടയർഡ് ഉറപ്പിച്ച് പറയുന്നുണ്ട്, വേറെ ആരും ഇല്ലാന്ന് സ്മൃതി ഉറപ്പിച്ച് പറഞ്ഞു. അതുകൊണ്ടാണ്, അതാണ് എനിക്ക് കിട്ടിയ വിവരം. അതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. താങ്കൾക്ക് എന്താണ് വിവരം എന്നാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ തന്നെ പറഞ്ഞു സാധാരണഗതിയിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നാലുള്ള വിശദീകരണം, വാർത്താ സമ്മേളനം ഒന്നും ഇല്ലല്ലോ എന്ന്. ശ്രീ സുഭാഷ് ബാബു, സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെയാണ് കൊലപാതകിയാണ്, കള്ളക്കടത്തുകാരനാണ് തുടങ്ങിയ ആരോപണങ്ങൾ ഇവിടുത്തെ ഭരണകക്ഷി MLA ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തോട് നേരമായി സർക്കാരിൽ നിന്ന് ഇതുവരെ ഒരു പ്രതികരണവും വന്നിട്ടില്ല. ഈ മൗനത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ശ്രീ സുഭാഷ് ബാബു? ഇത്ര ഗൗരവത്തിലുള്ള ഒരു ആരോപണം ഭരണകക്ഷി MLAയിൽ നിന്ന് വന്ന പശ്ചാത്തലത്തിൽ. ഗവൺമെൻറ് തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പോ ഇങ്ങനെ ഒരു പ്രതികരണം ഒരു MLAയുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് PV അൻവർ എന്ന MLAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോയി വിചാരിച്ചിട്ടുണ്ടാവില്ല. അവരെ സംബന്ധിച്ചുള്ള അവർ ഈ ആരോപണങ്ങളൊക്കെ വന്നതിൻ്റെ പശ്ചാത്തലം എന്താ എന്നുള്ളത് മനസ്സിലാക്കാത്തതുകൊണ്ട് അത് പഠിച്ച് എന്താണ് കാരണമെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചതിന് ശേഷം മറ്റ് പരിശോധനകൾക്ക് ശേഷം അതിനൊരു വിശദീകരണം തരാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആണ് മൗനം എന്നെനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് വളരെ അതീവ ഗൗരവതരം, രാജ്യദ്രോഹപരമായ, അതുപോലെ തന്നെ ക്രമസമാധാന പ്രശ്നത്തിൻ്റെ മുച്ചൂടും മുടിക്കുന്ന രീതിയിലുള്ള, ജനങ്ങളുടെ വിശ്വാസം പൂർണ്ണമായി നശിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് അദ്ദേഹം പുറത്തേക്ക് വിട്ടത്. അപ്പോൾ അങ്ങനെയുള്ളവരിടത്ത് പ്രതികരിക്കുന്ന അവസരത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും അതിൽ പരിശോധനയ്ക്ക് വിധേയമായിട്ട് കൂടുതൽ പഠിച്ചതിന് ശേഷം പറയുക, അല്ലെങ്കിൽ വിവരശേഖരണത്തിന് ശേഷം പറയുക എന്നുള്ളതായിരിക്കും അതിനകത്തുള്ള ഒരു സ്ട്രാറ്റജി. ശ്രീ സുഭാഷ് ബാബു, നൊട്ടോറിയസ് ക്രിമിനൽ എന്നാണ് അദ്ദേഹം പല തവണയായി ADGPയെ വിളിച്ചത്. നൊട്ടോറിയസ് ക്രിമിനൽ ദാവൂദ് ഇബ്രാഹിമിന്റെ ഒരു രീതിയാണ് അദ്ദേഹം പിന്തുടരുന്നത്. അദ്ദേഹത്തിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് പോലും സംശയിക്കുന്നതായി PV അൻവർ പറയുന്നു. മാത്രമല്ല, പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ മന്ത്രിമാരുടെ ഫോണുകൾ ചോർത്തുന്നു, മാധ്യമപ്രവർത്തകരുടെ ഫോൺ കോളുകൾ ചോർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ADGP അത് ചോർത്തിക്കൊണ്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന സംശയമല്ലേ? ക്രമസമാധാനത്തിന്റെ ചുമതലയാണ്.
തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സർവാധിപതിയാണ്. സർവാധിപതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടുത്തെ സൈബർ വിങ് മൊത്തമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ശ്രീ അജിത് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു SP യും അതിനുവേണ്ട പരിവാരങ്ങളും ഒക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ചോളം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ, അതുകൊണ്ട് ഇദ്ദേഹം വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും. മറ്റൊരാൾക്ക് അതിനകത്തിൽ ആക്സസ് പോലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫോൺ ടാപ്പിങ് വളരെ നിസ്സാരമായിട്ട് കഴിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദ്യം തന്നെ അതൊരു പിന്നെ ഫോൺ ടാപ്പിങ്ങിനുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് നേരത്തെ ജർമ്മനിയിൽ നിന്ന് 6-7 വർഷം മുമ്പ് വാങ്ങിച്ചിരുന്നു. അതിനുശേഷം പെഗാസിസിൻ്റെ ഫസ്റ്റ് ജനറേഷൻ സിസ്റ്റം കേരളം സ്വായത്തമാക്കിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റിയില്ല. എന്തായാലും അതാണെങ്കിൽ ഈ ആളുകളുടെ നമ്മൾ മൂവ്മെൻറ്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ ഉൾപ്പെടെ കണ്ടുപിടിക്കാൻ പറ്റുന്ന 2ാമത്തെ 3ാമത്തെ ജനറേഷൻ ആയിരിക്കാൻ വഴിയില്ല. അങ്ങനെയാണെങ്കിൽ പ്രതികളെയൊക്കെ അദ്ദേഹത്തിന് പെട്ടെന്ന് ഈ ഫോണനുസരിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കണം. അത് കാണിക്കാത്തതുകൊണ്ട് എന്തായാലും ശരി അതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ ആയിരിക്കും ഇനി ഉണ്ടെങ്കിൽ പോലും ഉള്ളത്. അതെന്തായാലും നമ്മളിപ്പോൾ പല കേസുകളിലും പല ആളുകളെയും പോലീസ് സമീപിക്കുകയും പോലീസ് അവരുടെ വിവരശേഖരണം നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും അവരുടെ ഫോണോ എഫക്റ്റീവായിട്ട് ടാപ്പ് ചെയ്യാനുള്ള സംവിധാനം തീർച്ചയായിട്ടും പോലീസിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ക്രമസമാധാനമാലയിൽ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിനെ ഏൽപ്പിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിനെതിരായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക്, പ്രത്യേകിച്ച് ചീഫ് മിനിസ്റ്റർക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിനും അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും പേരിൽ ഏതെങ്കിലും രീതിയിലുള്ള ഉപജാപങ്ങളോ അതേമാതിരി ആരോപണങ്ങളോ അല്ലെങ്കിൽ ദുഷ്പ്രചരണങ്ങളോ നടക്കുന്നുള്ളതെന്ന് കണ്ടുപിടിച്ച് അവരെ അറിയിക്കുമ്പോഴാണ് ഇദ്ദേഹം അവിടെ നല്ല പിള്ളയാവുന്നത്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം അത് ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരിക്കുന്നിടത്തോ കാര്യം അദ്ദേഹം സർവാധിപതിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം അവരിൽ നിന്ന് കിട്ടണമെന്നുള്ളത് കൊണ്ട് അത് ചെയ്യില്ല എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. അത് ചെയ്യുന്നുണ്ടാവണം. കാരണം അതുകൊണ്ടാണ് അദ്ദേഹം അത്രയും കൂടുതൽ ശക്തനായിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനുവാദമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രപ്പോസലോ ഇല്ലാണ്ട് ജില്ലാ പോലീസ് മേധാവി പോലെ മുകളിലുള്ള ഒരാളെ പോസ്റ്റ് ചെയ്യില്ല. താഴെയുള്ള ആളുകൾ ആരെങ്കിലും അദ്ദേഹത്തിന് അഹിതം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റപ്പെടുമെന്നാണ് ഞാനിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ശരി, അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം ഇവിടെ ഒരു സർവാധിപതിയായിട്ട് കേരള സംസ്ഥാനത്തിലുള്ള എല്ലാ ക്രമസമാധാന പ്രശ്നങ്ങളിലും എല്ലാ കാര്യങ്ങളും, അത് മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും പോലീസിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ മുതൽ അവസാനത്തെ വാക്ക് വരെ MR അജിത് കുമാറിൻ്റെ ആണെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതിനൊരു ഉദാഹരണം പറയാം. നമ്മൾ സാധാരണ ഇന്ത്യൻ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററോ ഒക്കെ പ്രത്യേകിച്ച് വരുന്ന സമയത്ത് ആരാണ് അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ഏതെങ്കിലും മിനിസ്റ്റർ ആയിരിക്കും. അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ചീഫ് സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ DGP ആയിരിക്കും. ഇവിടെ പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് MR അജിത് കുമാർ എന്ന ADGP ആണ്. നമുക്കറിയാം വയനാട്ടിൽ മണിക്കൂറുകളോളം നമ്മുടെ പ്രൈം മിനിസ്റ്റർ കൂടെ നടന്ന അദ്ദേഹമാണ്. അത് അപ്പം പൂർണ്ണമായിട്ട് ഈ പോലീസിൻ്റെ സംവിധാനങ്ങളും ഇവിടുത്തെ ദുരന്ത നിവാരണത്തിൻ്റെ പൂർണ്ണ ചുമതലയും അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു കൊടുത്തു. അദ്ദേഹമാണ് ഗവൺമെൻറ്റിൻ്റെ വക്താവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രചരിപ്പിച്ച് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടു. നിങ്ങളൊക്കെ അത് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങളുടെ ചാനലുകളിൽ. അങ്ങോട്ട് വിട്ടത് മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരമാണ് എന്ന് തന്നെയായിരുന്നു അന്നത്തെ വാർത്തകൾ. അത് തന്നെ. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണ്? പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ച് അദ്ദേഹത്തിലൂടെ കാര്യങ്ങൾ നടത്തപ്പെടണം എന്ന് പറയുമ്പോഴാണ് ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്നത്. അതെ, എന്തൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. റിജിൽ മാക്കുറ്റി, DGPയെ വകവയ്ക്കാത്ത ADGP എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ നമ്മൾ കേട്ടതാണ്. DGP അറിയാതെ സ്വന്തം കീഴിൽ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു ടീമിനെ ഉണ്ടാക്കി തനിക്ക് നേരിട്ട് റിപ്പോർട്ട് ലഭിക്കാൻ വേണ്ടി ഉത്തരവിട്ടു എന്നുള്ള വിവരം വന്നിരുന്നു. അതിൽ DGPക്കുള്ള അനിഷ്ടം അത് വാർത്തയായി പുറത്തു വന്നിരുന്നതാണ്. പിന്നീട് മുഖ്യമന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കുടുംബസമേതം വിദേശയാത്ര നടത്തിയപ്പോൾ, ഞാൻ നേരത്തെ ചോദിച്ചാണ് താങ്കൾ ഉണ്ടായിരുന്നില്ല, വിദേശയാത്ര നടത്തിയപ്പോൾ അപ്പോഴും ADGPയും ഭാര്യയും അകമ്പടി സേവിച്ചു സിംഗപ്പൂരിലേക്കുള്ള യാത്രയിൽ. ആ യാത്രയെക്കുറിച്ച് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് തേടി ആരോട് ചോദിച്ചിട്ട് തൻ്റെ അനുവാദമില്ലാതെയാണ് ആ യാത്ര എന്നുള്ളതാണ് ADGPയോട് അക്കാര്യത്തിൽ വിശദീകരണം തേടിയപ്പോൾ ADGP ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞത് തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടാണ് താൻ വന്നത് എന്നുള്ളതാണ്. ആ വിശദീകരണത്തിൽ തൃപ്തിയില്ലാതെ ചീഫ് സെക്രട്ടറി ശാസന രൂപത്തിൽ പിന്നീട് കത്ത് നൽകി എന്നതടക്കമുള്ള വിവരങ്ങളുണ്ട്. അത് ജൂലൈ 10 ആ തീയതി അടക്കം ഞാൻ പറയുകയാണ്. ശ്രീ റിജിൽ മാക്കുറ്റി, അപ്പോൾ ADGPക്ക് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി വഴിയാണ് മുഖ്യമന്ത്രിയിലേക്ക് ആക്സസ് എന്ന് കരുതേണ്ട, മുഖ്യമന്ത്രിയിലേക്ക് നേരിട്ടുണ്ട് എന്നതിന് തെളിവുകളാണ് ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. ശ്രീമതി സ്മൃതി, ഈ DGP എന്ന് പറയുന്ന ഒരു കോൺസ്റ്റബിളിൻ്റെ വില പോലും ഇല്ലാത്ത ഒരു ആളാണെന്ന് കൃത്യമായി ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ ഒരു പവർ ഗ്രൂപ്പ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പവർ ഗ്രൂപ്പാണല്ലോ. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മാഫിയ സംഘ നേതൃത്വം കൊടുക്കുന്ന അധോലോകത്ത് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പോലീസ് നേതൃത്വം, ആ നേതൃത്വമാണ് ഇന്ന് ഈ കേരളത്തിലെ ഭരണം നിർവഹിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുമായി ഡയറക്റ്റ് മുഖ്യമന്ത്രിയുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന, ഈ പറഞ്ഞതുപോലെ ബഹുമാനനായി പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാ രഹസ്യ സൂക്ഷിപ്പുകാരനായി മാറിയ അജിത് കുമാറിന് മുഖ്യമന്ത്രിയെ ഭയപ്പെടുത്താനും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെ മാഫിയ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായ രേഖകളും തെളിവുകളും ഉള്ളതുകൊണ്ട് തന്നെയാണ് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ വന്നപ്പോൾ അയാൾ ഒതുക്കുന്നതിന് വേണ്ടി പോയ വിജിലൻസിന്റെ ഔദ്യോഗിക വിജിലൻസിന്റെ ചുമതല വഹിക്കുന്ന ആൾ പോയതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഒരു ഏജന്റായി, മുഖ്യമന്ത്രിയുടെ ഒരു കയ്യാളായി, മുഖ്യമന്ത്രിയുടെ ഒരു രഹസ്യ സൂക്ഷിപ്പുകാരനായി ഈ അജിത് കുമാർ മാറിയിരിക്കുന്നു. അതുകൊണ്ട് സർവ്വ സ്വാതന്ത്ര്യവും സർവ്വ അധികാരവും തന്നിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് അകമ്പടി സേവിക്കാൻ, പ്രത്യേകിച്ച് ചീഫ് സെക്രട്ടറിയുടെ അനുമതിയില്ലാതെ വിദേശത്ത് മുഖ്യമന്ത്രിയോടൊപ്പം കറങ്ങാൻ, കുടുംബസമേതം കറങ്ങാൻ എല്ലാ അവസരം ഒരുക്കിയത് എന്താണ്? ഈ രഹസ്യ സൂക്ഷിപ്പുകാരനായതുകൊണ്ടാണ്. ആ രഹസ്യ സൂക്ഷിപ്പുകാരനായതുകൊണ്ടാണ് ഇത്തരം നേരത്തെ PV അൻവർ ഉന്നയിച്ച ഈ ആരോപണത്തിനകത്ത് വസ്തുതയുണ്ട് എന്ന് നമ്മൾക്കുൾപ്പെടെ ബോധ്യപ്പെടുന്നത്. അവിടെ ഇരിക്കുന്നത് ഇത് നിയന്ത്രിക്കുന്ന അജിത് കുമാറാണെങ്കിൽ മറ്റൊരു P ശശിയല്ലേ? ഈ രണ്ട് ദ്വയങ്ങളും ചേർന്നുകൊണ്ടല്ലേ ഈ എല്ലാ തരത്തിൽ കാര്യങ്ങളും നടത്തുന്നത്. P ശശിയെ പോലെയുള്ള ഒരു സമൂഹത്തിനകത്ത് ചേരാത്ത പ്രവർത്തനം നടത്തിയ പാർട്ടിക്കകത്ത് പുറത്താക്കിയ ഒരാളെ ഈ പ്രധാനപ്പെട്ട തന്ത്രപരമായ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിക്കുമ്പോൾ ശ്രീമതി സ്മൃതി എവിടെയാണ് ഇതിന്റെ കാര്യങ്ങൾ നമുക്കറിയാലോ. അപ്പൊ ഈ ഒരു ഉപജാപക സംഘത്തെ നിയന്ത്രിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണ് DGP അല്ല മറ്റ് ആര് വന്നാൽ എനിക്ക് പുല്ലാണ്, ഞാൻ തന്നെയാണ് കേരളത്തിൽ ആഭ്യന്തര വകുപ്പിനെ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വെച്ച് നടത്തുമ്പോൾ ഒരു ഭരണകക്ഷിയുടെ MLA ഇത് പരസ്യമായി പറയുമ്പോൾ മിണ്ടാട്ടമില്ലാതെ CPM-ന്, മുഖ്യമന്ത്രിക്ക് മറുപടി ഇല്ലാതെ ഈ ചർച്ചയിൽ പോലും വന്നിരുന്ന് മറുപടി പറയാൻ CPM-ന് സാധിക്കാത്തത് വളരെ ഗൗരവതരമായ വിഷയമാണ്. ഇത് വളരെ ഗൗരവം അന്വേഷിക്കാൻ CBI അന്വേഷിക്കണം ഞങ്ങൾ പറയുന്നു. പക്ഷേ ഈ ഡീലിംഗ് അങ്ങ് പ്രധാനമന്ത്രിയായി നടത്തിയ പിന്നെ എന്ത് CBI ആണ്? ഇപ്പൊ പിണറായി വിജയനെ കുറിച്ച് അന്വേഷിച്ച കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച പിണറായി വിജയൻ ജയിലിൽ കിടക്കണ്ടേ? സംശയമുണ്ട കാര്യത്തിൽ തെളിവുകൾ വരികയല്ലേ? അപ്പൊ അങ്ങനെ മുകളിൽ സംരക്ഷിക്കാൻ ഒരു നരേന്ദ്രമോദിയും BJP അവിടെ നിൽക്കുമ്പോൾ CBI അന്വേഷിച്ചാൽ ഇതൊന്നും പുറത്തു വരില്ല. അങ്ങനെ കൃത്യമായി തെളിവുകളോടുകൂടി പുറത്തു വന്നെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി ആ കസേരയിൽ ഇരിക്കില്ല. മറുപടി പറയേണ്ടതുണ്ട്. റിജിൽ, നമുക്ക് തിരിച്ചെത്താം. റിജിൽ, താങ്കൾ പറഞ്ഞത് പൂർത്തിയാക്കാം. അതിനുശേഷം ഞാൻ ശ്രീ സുഭാഷ് ബാബുലേക്ക് പോകുന്നു. സ്മൃതി, ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ഞങ്ങൾ ഈ CBI അന്വേഷിക്കാൻ തീരുമാനിച്ച് നമ്മൾ പറഞ്ഞാൽ പോലും ആ CBIക്ക് പിടിച്ചു കെട്ടാനുള്ള ആളെ മുഖ്യമന്ത്രി പോയി കണ്ടിട്ടുണ്ട്. ആ നരേന്ദ്രമോദിയുടെ തണലിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശ്രീപത്മനാഭന്റെ ശില്പവുമായി പോയി കാണുകയും അത് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ പിണറായി വിജയൻ ശ്രീപത്മനാഭന്റെ ശില്പം കൊടുക്കുമ്പോൾ അതിനൊക്കെ രാഷ്ട്രീയമുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അങ്ങനെ എല്ലാതരം സൂചിപ്പിച്ചുകൊണ്ട് എന്നെ രക്ഷിക്കണമെന്നുള്ള തണല് വെള്ള റോസാപ്പൂക്കൾ, സമാധാനത്തിന്റെ ചിഹ്നം, അതൊക്കെ കൊടുത്ത് തമ്പുരാനെ പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോകുമ്പോൾ ആ തണലിൽ നിൽക്കുമ്പോൾ മുകളിലും പ്രശ്നമില്ല, ഇവിടെയും പ്രശ്നമില്ല. അതുകൊണ്ട് എന്ത് തോന്നിയവാസവും എന്ത് വൃത്തികേടുകളും എന്ത് അധോലോക പ്രവർത്തനങ്ങളും നടത്തിയാൽ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കൃത്യമായ ബോധ്യമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് BJPക്ക് കേരളത്തിൽ ഒരു ഏജൻസി പണിയായി, അവരുടെ ഏജന്റായി BJP സംസ്ഥാന ഘടകത്തിനപ്പുറത്തേക്ക് പിണറായി വിജയൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസിനും BJPക്കും വേണ്ടി പ്രവർത്തിക്കുന്നു ADGP എന്നൊരു ആരോപണമാണ്. അതിൽ VD സതീശനെതിരായ ആരോപണം, അത് താൻ സഭയിൽ ഉന്നയിച്ചു. അതിലെ ഒരു അന്വേഷണം നടത്തിയിട്ട് തന്റെ ഭാഗം കേൾക്കാൻ പോലീസ് തയ്യാറായില്ല എന്നൊരു കാര്യമാണ് ഇന്ന് PV അൻവർ പറഞ്ഞത്. അല്ല, VD സതീശനെതിരായി പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ടത് ഇവരല്ലേ? അങ്ങനെ എന്തെങ്കിലും തരം തെളിവുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രി ആളും വിടുവോ? ഇവിടെ തന്നെ പല കേസിനകത്തും ഇരട്ട നിലപാടല്ലേ? മുകേഷിന് ഒരു നിലപാട്, മറ്റൊരു ആൾക്ക് മറ്റൊരു നിലപാടല്ലേ ഇവിടെ നടക്കുന്നത്? അതുകൊണ്ട് VD സതീശനെതിരായി തെളിവുണ്ടെങ്കിൽ VD സതീശനെ വെറുതെ വിടും ഇവരെ പോലീസ് ADGP എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ? അതൊക്കെ പറയുമ്പോൾ ഒരു സ്ഫുടതയ്ക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞതായിരിക്കും. ആനുകൂല്യം മുഴുവൻ കിട്ടിയത് BJPക്കാ. ഞങ്ങൾക്ക് ഒരു ആനുകൂല്യവും വേണ്ട, ഞങ്ങൾ ഒരു ആനുകൂല്യത്തിന് വേണ്ടി ഈ പോലീസിന്റെ മുമ്പിലേക്ക് പോകാൻ തയ്യാറുമല്ല.
ശരി, ശ്രീ സുഭാഷ് ബാബു, സാധാരണഗതിയിൽ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നു. ഇപ്പോൾ DGPയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു മുഖ്യമന്ത്രി എന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ വഴി അങ്ങനെ തന്നെയല്ലേ? ആദ്യം DGP ഇക്കാര്യത്തിൽ കാര്യം അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നു. പക്ഷെ അതിൽ ഒരു വേഗം കണ്ടില്ല, പുറത്തേക്ക് ഒരു പ്രതികരണം കണ്ടില്ല എന്നിടത്താണ് സംശയം തോന്നുന്നത്. ശ്രീ സുഭാഷ് ബാബു. അല്ല, അതിപ്പം DGPക്ക് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കേണ്ടത് പിന്നെ അജിത് കുമാർ തന്നെയായിരിക്കും. വേറെ ആരെങ്കിലും അവിടെ ഇപ്പോൾ അധികാര കേന്ദ്രത്തിൽ അത്രയും സജീവമായി പ്രവർത്തിക്കുന്ന വേറൊരാളില്ല. അപ്പോൾ തീർച്ചയായിട്ടും ശ്രീ സുഭാഷ് ബാബു, അത് അദ്ദേഹം തന്നെ തയ്യാറാക്കി കൊടുക്കുന്നെന്നാണ് താങ്കൾ പറയുന്നത്? അത് തന്നെ. ആ സംശയം എന്താ? അതിപ്പം അവിടുത്തെ സംവിധാനം ശ്രീമതി സുർഹിക്ക് അറിയാത്തതുകൊണ്ടാണ്. അവിടുത്തെ സംവിധാനത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ മാത്രമേ, അല്ലെ അദ്ദേഹത്തിന് വേണ്ടി എഴുതപ്പെട്ട റിപ്പോർട്ട് മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് പറഞ്ഞാൽ ഒരു കേസെടുക്കാനുള്ള സാഹചര്യമില്ല എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത്. എന്തായാലും ഇത്രയും ഗൗരവതരമായ ആരോപണമുണ്ട്. അത് പ്രത്യേകിച്ച് അത് മരമുറയും ഫർണിച്ചർ ഉണ്ടാക്കി കൊണ്ടുപോവുകയും അതുപോലെ തന്നെ കള്ളക്കടത്ത് സ്വർണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പങ്കുപറ്റിയെന്നും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഈ കള്ളക്കടത്ത് സ്വർണം വ്യാപാരം നടത്തി സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ക്വാറി മാഫിയയുടെ അടുത്തും അതുപോലെ മണ്ണ് മാഫിയയുടെയൊക്കെ ഏജൻറ്റുമാരി പ്രവർത്തിക്കുന്നവർ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുമായിട്ട് ബന്ധമുണ്ടെന്നും അവരിലൂടെ ശതകോടികൾ അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ടെന്നും പിന്നെ പറയുന്നുണ്ട്. അതൊക്കെ അന്വേഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ഇത് കൂടുതൽ ഗൗരവതരമായി ആരെങ്കിലും അതിൻ്റെ പിന്നാലെ കൂടുകയാണ്. ഇപ്പോൾ അൻവർ MLA അദ്ദേഹം അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി വരെ ഇതുമായിട്ട് പോകും, എൻ്റെ അടുത്ത് തെളിവുണ്ടോ എന്നൊക്കെ പറഞ്ഞ കുറേ ശബ്ദശാലകളൊക്കെ അദ്ദേഹം പുറത്തു വിട്ടിട്ടുണ്ട്. എന്തായാലും ശരി, അദ്ദേഹം അതിനുവേണ്ടി തുനിഞ്ഞ് അതിനിടയ്ക്ക് അദ്ദേഹത്തെ ഏതെങ്കിലും സമാശ്വസിപ്പിച്ച് ഇതിനോടൊപ്പം നിർത്തി അദ്ദേഹം വലിയ ഗൗരവത്തോടു കൊണ്ട് മുന്നോട്ട് പോകാതിരുന്നില്ലെങ്കിൽ എന്തായാലും ഇത് കൂടുതൽ വീഴ്പ്പലക്കിലേക്കും അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിൽ, എന്തായാലും ശരി, ഈ കള്ളക്കടത്ത് സ്വർണം കസ്റ്റംസ് പിടിക്കാതെ പുറത്തു നിന്ന് പോലീസ് പിടിക്കപ്പെടുന്നു എന്നതിനെ സംബന്ധിച്ചൊരു അന്വേഷണം സെൻട്രൽ ഗവൺമെൻറ് കസ്റ്റംസ് വകുപ്പും അതുപോലെ തന്നെ CBI നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. CBIയുടെ ഇൻ്റലിജൻസ് വിങ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, അത് അവിടെയുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇതുവരെ ഒന്നും എവിടെ എത്തിയിട്ടില്ല. എന്തായാലും ഈ പുതിയ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ അതിലും എന്തെങ്കിലും ഒരു ദിശാബോധത്തോടുകൂടി അന്വേഷണം വരുമെന്ന് നമുക്ക് ഊഹിക്കാം. എന്തുകൊണ്ടും അതൊരു സാമ്പത്തിക കുറ്റപ്പെട്ടാണ്. അത് UAPA കേസ് വരെ വരാനുള്ള സംഭവിക്കാൻ പോകുന്നില്ല. ഒരു UAPA കേസ് വരെ വരാനുള്ള എല്ലാ സാധ്യതയും അതിനകത്തിലുണ്ട്. അതുകൊണ്ട് അത് പിന്നെ സെൻട്രൽ ഗവൺമെൻറ് നേരിട്ടിടപെടാനുള്ള പശ്ചാത്തലമൊക്കെ അൻവർ MLA പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ജയസൂര്യൻ PV അൻവറിന്റെ പോരാട്ടം എവിടെ വരെ എത്തുമെന്നാണ് താങ്കൾ കരുതുന്നത്? അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് CPIM PV അൻവർ എന്നെ ഞാനാക്കി മാറ്റിയ പ്രസ്ഥാനമാണ്, പാർട്ടി അംഗത്വമില്ല, പക്ഷേ സാധാരണക്കാരായ പാർട്ടി അണികൾക്കിടയിൽ ഒരാളായി ഞാനുമുണ്ട്, മരണം വരെ ഈ ചെങ്കൊടി തണലിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ മരണം വരെ ചെങ്കൊടിയിൽ തണലിൽ ഉണ്ടാകും എന്ന് പറയുന്നു, ഉറച്ച് പാർട്ടിക്കൊപ്പം നിൽക്കുമെന്ന് പറയുന്നു, തനിക്ക് മരണഭീതിയുണ്ട്, ഏത് സമയം കൊല്ലപ്പെട്ടേക്കാം എന്നുകൂടി പറഞ്ഞിട്ടാണ് അദ്ദേഹം വാർത്താസമ്മേളനം നിർത്തിയിരുന്നത്. PV അൻവറിനെ സംരക്ഷിക്കാൻ ഇവിടെ കോൺഗ്രസ് ഉണ്ട്, ഇവിടുത്തെ പ്രതിപക്ഷമുണ്ട്, UDF ആ രീതിയിലുള്ള വലിയ രാഷ്ട്രീയ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ നടത്തുന്നുണ്ട് എന്ന് തന്നെ സംശയിക്കണം. കാരണം ഇവിടെ പ്രതിപക്ഷം എന്തുകൊണ്ടാണ് മരിച്ചു കിടക്കുന്നത്? ബോധം കെട്ട് കിടക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, മരിച്ചു കിടക്കുന്നത് എന്തുകൊണ്ടാണ്? പിണറായി വിജയൻ എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള എല്ലാ ക്ലീൻ ചിറ്റും കൊടുത്തിട്ട് കൃത്യമായിട്ട് പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് ഇവിടുത്തെ UDFും കോൺഗ്രസുമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഇവർ കൃത്യമായി PV അൻവറിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണമാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു വലിയ നാടകമാണ്. കാലത്തും താങ്കളുടെ ഭരണത്തിന്റെ കേന്ദ്ര ഭരണത്തിന്റെ മോദിയുടെ തണലിലാണ് ഈ സർവ്വ അഴിമതി സർവ്വ തട്ടിപ്പ് നടക്കുന്നത്. ഒരു ചുക്കും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാതെ പ്രതിപക്ഷത്തിന്റെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് അതിനു വേണ്ടി ഒരു സമരവും ചെയ്തില്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും ചെയ്യില്ല അൻവറിന്റെ ആരോപണങ്ങളെ മറികടക്കും. ഇവിടുത്തെ UDFും LDFും ഒന്നിച്ച് PV അൻവറിനെ പരാജയപ്പെടുത്തും.
UDF-ഉം LDF-ഉം ഒന്നിച്ച് BJP അൻവറിനൊപ്പമുണ്ടോ? അടുത്ത UDF ജയസൂര്യൻ അതാണ് BJP നിയന്ത്രിക്കാൻ നിങ്ങളല്ലേ? അല്ല ജയസൂര്യൻ, BJP ഉണ്ടോ PV അൻവറിനൊപ്പം? അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് BJP-യുടെ പേരിലേക്ക് ഇതിടാൻ ശ്രമിക്കുന്നത്. BJP ഉണ്ടോ PV അൻവറിനൊപ്പം? BJP-യുടെ പേര് ഇവിടെ വലിച്ചിഴക്കുന്നത് BJP സഹായിക്കുന്നതുകൊണ്ട് സംരക്ഷിക്കുന്നതുകൊണ്ട് പിണറായി വിജയൻ ഇന്നും തുടരുന്നത് ഒപ്പമില്ല. ശരി, കോൺഗ്രസ് പ്രതികരിച്ചു, BJP ഇപ്പോൾ പ്രതികരിക്കുന്നു. ഇനി പ്രതികരിക്കേണ്ടത് CPM ആണ്, മുഖ്യമന്ത്രിയാണ്. നമുക്ക് നോക്കാം അടുത്ത നിമിഷങ്ങളിൽ, അടുത്ത മണിക്കൂറിൽ അത് സംഭവിക്കുമെന്ന്. വളരെ നന്ദി റിജിൽ മാക്കുറ്റി, അഡ്വക്കേറ്റ് S. ജയസൂര്യൻ, സുഭാഷ് ബാബു, ഹാരിസ് ജിഫ്രി ചർച്ചയിൽ പങ്കെടുത്തതിന്.